ഇനി അടുത്തത് ആരെയാണ് കൊല്ലാൻ പോണതെന്നൊന്നും അറിയത്തില്ല. വീണ്ടും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ച് നടന്നോളി. ചിലപ്പോൾ അടുത്ത ഏര നിങ്ങളാവാനാണ് ചാൻസ്. കാരണം വീണ്ടും ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആരാന്നായിരിക്കും ചോദിക്കുന്നത് അല്ലേ? കണ്ടു നോക്ക്. പിന്നെ ദൃശ്യം 3 കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ട്. യാസി ഇങ്ങനെയുണ്ട്. ഓ പൊളിച്ച്. ഫസ്റ്റ് കാണുന്നേരം കുറച്ച് ലാഗ് പോലെ തോന്നുന്നുണ്ടേ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ ഇങ്ങനെ ത്രില്ലിൽ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് ആണ് ഞെട്ടിച്ച് കളയുന്നുണ്ട്. എന്തായാലും ഫോറിനുള്ള സ്കോപ്പും കൂടെ വെച്ചിട്ട് കണ്ടില്ലേ, ഒരു പാവം മനുഷ്യനെ കുരുതിക്ക് കൊടുത്തിട്ട് അയാളെ കൊന്നിട്ട് അവൾ സിനിമയും കണ്ട് അതിൻ്റെ റിവ്യൂവും പറഞ്ഞ് നടക്കുകയാണ്. അവളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ നിങ്ങൾ നോക്കിയേ. ഒരു പാവം മനുഷ്യനാണ് ഇവളുടെ തന്തയില്ലായ്മത്തനത്തിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയത്. അവളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ നോക്കിയേ. അവൾ സിനിമയും കണ്ട് റിവ്യൂവും പറഞ്ഞ് അവളുടേതായ കാര്യങ്ങളുമായിട്ട് അവൾ നടക്കുകയാണ്. അവളൊരു കൊലപാതകിയാണെന്നുള്ള ചിന്തയെങ്കിലും ഉണ്ട്. നമ്മളൊക്കെ കണ്ടതാണ്. അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പർദ്ദയ്ക്കകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പോയത് അവൾ. മനസ്സിലായ? തിരിച്ചു വരുമ്പോഴും പർദ്ദയ്ക്കകത്ത് പൊതിഞ്ഞ് കെട്ടി വന്ന്. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? ഏകദേശം ഒരു 4-5 മാസം ആയിട്ടുണ്ടാവും അല്ലേ? 4-5 മാസം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ താണ്ഡവം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇര ആരാണെന്ന് ദൈവത്തിനറിയാം. കണ്ടില്ലേ? ഇവളെയൊക്കെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയാം മക്കളെ? നല്ല കൗളി മടൽ വെട്ടിയിട്ട് അടിക്കണം. ആർക്ക് നഷ്ടപ്പെട്ടു പോയി? ആ ചെറുപ്പക്കാരൻ പോയപ്പം ആരോരും ഇല്ലാത്തൊരു പാവപ്പെട്ട അച്ഛനും അമ്മയും അദ്ദേഹത്തിനൊരു മകനുണ്ടെന്ന് പറയുന്നു. ആ മകനും അദ്ദേഹത്തിൻ്റെ വൈഫിനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും പോയി. അല്ലാതെ ഇവക്കെന്ത് പോയി? ഇവളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഇവളുടെ മുഖത്ത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ഇവൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞൊരു കുറ്റബോധം കാണുന്നുണ്ടോ നിങ്ങൾ? അവളുടെ മുഖത്ത് എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഒരു കുറ്റബോധം? കാണൂല അവളുടെ മുഖത്ത്. അവളിപ്പോഴും അഹങ്കരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ലാലേട്ടൻ്റെ സിനിമയൊക്കെ കണ്ട് ദൃശ്യം 3 ഒക്കെ കണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ വന്ന് പറയുന്നത് കണ്ടില്ലേ? സിനിമ കാണുന്ന നമ്മുടെ വിഷയമൊന്നുമല്ല റിവ്യൂ പറയുന്നത്. പക്ഷേ അവള് കാരണം ഒരാൾ മരണപ്പെട്ടു പോയി, അവൾ കാരണം ഒരാൾ ഈ ലോകത്തുനിന്ന് ഇല്ലാണ്ടായി എന്നുള്ളൊരു ചിന്ത പോലും ഈ ഡാഷുമോക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ കൊലക്കുറ്റത്തിന് അകത്തിടുക തന്നെ ആയിരുന്നു വേണ്ടത്, അല്ലാതെ ജാമ്യമൊന്നും കൊടുക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കരുതി നടന്നോളി. നീ ഇവളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഏര. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സൂക്ഷിച്ചോളി മക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഇപ്പോൾ ഇട്ട ഈ വീഡിയോയ്ക്ക് പോലും എത്ര ആൾക്കാരാണ് പോയി ലൈക്കും കൊടുത്ത് കമൻറ്റും ഒക്കെ കൊടുത്ത് പോയിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ് ഇവരുടെയൊക്കെ മനസ്സ് എങ്ങോട്ടാണ് പോയത്. നിങ്ങൾക്ക് ഇവളെ അറിയാത്തത് കൊണ്ടാണ്. ഇവളൊരു കൊലപാതകിയാണ്, ഒരു മനുഷ്യനെ കൊന്നവളാണ്. ആ ഒരു ഇത് നിങ്ങൾ കാണിക്കണം, മനസ്സിലായില്ലേ? ഇവളെയൊക്കെ നമ്മൾ അകറ്റി നിർത്തണം.